പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഹാർട്ട്ഫുൾനെസ് മലയാളം ചാനൽ തുടങ്ങിയതിന് ശേഷം എപ്പോഴും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ വ്യക്തിപരമായിട്ടൊക്കെ അഭ്യാസികൾ അയച്ചു തരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ സാധാരണ അടുത്തു വരുന്ന എപ്പിസോഡുകൾക്ക് വിഷയാക്കാറുള്ളത്. അങ്ങനെയാണത് തുടർന്നു പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിലാണ് എല്ലാ റീജിയണൽ ലാംഗ്വേജസിലും ഹാർട്ട്ഫുൾനെസ് ചാനൽസ് വേണമെന്നുള്ള മാസ്റ്ററുടെ നിർദ്ദേശമനുസരിച്ചാണ് മലയാളത്തിൽ നമ്മൾ ഈ ഹാർട്ട്ഫുൾനെസ് മലയാളം ചാനൽ തുടങ്ങിയത്. അതിന് നല്ല പ്രതികരണമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അഭ്യാസികൾ അത് കാണണു, മനസ്സിലാക്കണു, അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ ചോദിക്കണു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഭഗവത്ഗീതയെക്കുറിച്ചാണ്. പലതരത്തിൽ ഒരേ ചോദ്യം തന്നെ പലരും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഭഗവത്ഗീതയ്ക്ക് ഹാർട്ട്ഫുൾനെസ്സിൽ ഒരു പ്രാധാന്യം വന്നത്? അതിൻ്റെ പ്രസക്തി എന്താണ്? ഹാർട്ട്ഫുൾനെസ്സിൽ ഭഗവത്ഗീതയുടെ പ്രസക്തി എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രസക്തി എന്താണെന്നൊക്കെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഇന്നും അത് ചർച്ചയ്ക്കെടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ദാജി പറയാറുണ്ട്, ഭഗവത്ഗീത നടക്കുന്നത് എവിടെയാണ്? മഹാഭാരത യുദ്ധത്തിൻ്റെ തുടങ്ങുന്ന സമയത്താണ്. രണ്ട് സേനകളും പരസ്പരം പോരാടാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന സമയം. ഇപ്പോൾ യുദ്ധത്തിനുള്ള കാഹളം, ശംഖുവിളി മുഴങ്ങി കഴിഞ്ഞു. അപ്പോഴാണ് സേനകളെ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി രണ്ട് സേനയ്ക്കും നടുവിൽ രഥം കൊണ്ടു നിർത്തുമെന്ന് അർജുനൻ ശ്രീകൃഷ്ണനോട് പറയണം. പിന്നെ നമുക്കറിയാം, ഈ സേനകളെയും കണ്ട് ബന്ധുക്കളെയും ബന്ധുമിത്രാദികളെയും അതുപോലെ മുത്തശ്ശൻ അമ്മാവന്മാരെയൊക്കെ കണ്ടപ്പോൾ അർജുനന് വിഷാദം ബാധിച്ചു. എന്താണ് യുദ്ധം കൊണ്ട് ഫലം എന്നുള്ളത്. അപ്പോൾ ആ യുദ്ധം തുടങ്ങാൻ പോവാണ്. അപ്പോഴാണ് അർജുന വിഷാദ യോഗം. അപ്പോൾ അർജുനനെ ആ വിഷാദത്തിൽ നിന്ന് പുറത്തെടുത്ത് കർമ്മധീരനാക്കി മാറ്റുന്നതിനുള്ള സന്ദേശമാണ് ഭഗവത്ഗീത. ഇപ്പം നമുക്കറിയാം, 18 അധ്യായങ്ങളും 700ഓളം ശ്ലോകങ്ങളുമായിട്ട് നീണ്ടു കിടക്കുക. ഒരു പ്രാവശ്യം നമ്മൾ വായിച്ചെത്തിക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 5 മണിക്കൂർ വേണം. അപ്പോൾ ദാജി പറയും, അത് യുദ്ധം തുടങ്ങാൻ വേണ്ടി ശംഖ് മുഴങ്ങിയതിന് ശേഷം 5 മണിക്കൂർ നേരം ശ്രീകൃഷ്ണൻ എന്തായാലും ഭഗവാനോട് അർജുനനോട് ഇത് പറയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണത് ആ ആശയം കൈമാറിയത് ചോദിച്ചപ്പോൾ ബാപ്പുജി മഹാരാജ് അത് ദാജിക്ക് പ്രകാശിത ലോകത്ത് നിന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആകെ 7 ശ്ലോകങ്ങളാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. ബാക്കിയുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ സംപ്രേഷണത്തിലൂടെയാണ് കൈമാറുന്നത്. അപ്പോൾ സംപ്രേഷണത്തിൻ്റെ രീതി അന്നേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ അർത്ഥത്തിൽ ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ പ്രിസെപ്റ്റർ ആണ് ശ്രീകൃഷ്ണൻ. അർജുനനാണ് അത് സ്വീകരിക്കുന്ന ആദ്യത്തെ സാധകൻ. അപ്പോൾ ഈ സംപ്രേഷണം ചെയ്ത ആ സന്ദേശം ഭഗവാൻ വ്യാസൻ പിന്നീട് ഭാഷയുടെ രൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. പിന്നീട് പല ഋഷിമാരും അതിൽ പല കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട ആശയത്തിനോട്
യോജിക്കുന്ന രീതിയിലുള്ള മറ്റ് ശ്ലോകങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പറഞ്ഞതാണോ പ്രസക്തിയുള്ളത്, പറയാത്തതാണോ പ്രസക്തിയുള്ളതെന്ന് ചോദിക്കാം നമുക്ക്. രണ്ടും പ്രസക്തമാണ്. ചില കാര്യം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവാം. ബാബുജി പറഞ്ഞ് യുദ്ധത്തിൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ 7 ശ്ലോകങ്ങളും യുദ്ധം അവസാനിച്ച ശേഷം അന്നത്തെ വൈകുന്നേരം 3 ശ്ലോകങ്ങളും, അങ്ങനെ 10 ശ്ലോകങ്ങളാണ് ഭഗവാൻ വാസ്തവത്തിൽ പറഞ്ഞതാണ്. ബാക്കിയെല്ലാം സംപ്രേഷണമാണ്. അപ്പോൾ സംപ്രേഷണം ചെയ്തതും പ്രധാനമാണ്, പറഞ്ഞതും പ്രധാനമാണ്. ചിലത് പറയാൻ പറ്റില്ല. ഈ സംപ്രേഷണത്തിലൂടെയാണ് വ്യക്തിയുടെ ഉള്ളിൽ ഉണർത്തേണ്ടത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും പ്രസക്തമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ശ്ലോകങ്ങളെന്ന് ബാബുജി മഹാരാജ് ദാജിക്ക് പ്രകാശ ലോകത്തു നിന്നുള്ള സന്ദേശങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരു വലിയ ഭാഗ്യമാണ്. 700 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞത് ഏതൊക്കെയാണ്, പറയാത്തത് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഭഗവത്ഗീതയുടെ പ്രാധാന്യം അതാണ്. യുഗപുരുഷനാണ് ശ്രീകൃഷ്ണൻ. അദ്ദേഹം നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ഗുരു പരമ്പരയിലെ ആദ്യത്തെ തുടക്കം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് പറഞ്ഞാൽ അത് വാസ്തവമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നമ്മൾ സത്സംഗങ്ങളൊക്കെ നടത്തി ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ യുഗ പുരുഷനായിട്ട് അദ്ദേഹം തുടരും. അപ്പം അതിൽ നമ്മൾ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഓരോ ശ്ലോകത്തിലും നമുക്ക് ഈ ജീവിതത്തിൻ്റെ തത്വചിന്ത പരിപൂർണമായിട്ട് ഉൾപ്പെടുത്തിയ പോലെയാണ് ശ്ലോകങ്ങൾ കണ്ടാൽ. അത് വളരെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അവതരണ രീതിയാണ്. ഉദാഹരണത്തിന് ആദ്യത്തെ ശ്ലോകം തന്നെ ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുന്നതാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ എന്ന് പറയും. മാമക പാണ്ഡവശ്ചൈവ കിം അക്രുവത സഞ്ജയ. അപ്പോൾ ഈ ശ്ലോകത്തിൽ തന്നെ ഇത് ധൃതരാഷ്ട്ര ചോദിക്കുന്നതാണ്. എന്താ ചോദ്യം? എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും കൂടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു ധർമ്മക്ഷേത്രമായിട്ടുള്ള കുരുക്ഷേത്രത്തിൽ. ഇത് ധർമ്മക്ഷേത്രമാണ്, കുരുക്ഷേത്രമാണ്. കുരു എന്ന് പറഞ്ഞാൽ അവിടെ കർമ്മം എന്നുള്ള അർത്ഥം. അപ്പോൾ ധർമ്മവും കർമ്മവും തമ്മിലുള്ള സമന്വയം നടക്കുന്ന ഈ ഭൂമിയിൽ എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും പരസ്പരം പൊരുതാൻ വേണ്ടി സന്നിഹിതരായിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അവിടെ എന്താണ് നടക്കണത് സഞ്ജയ എന്ന് ചോദിക്കുന്നത്. കാരണം സഞ്ജയന് ഇത് റിപ്പോർട്ട് ചെയ്യാണ്. ധൃതരാഷ്ട്ര അന്ധനായതുകൊണ്ട്. അപ്പോൾ മഹത്തായ ഈ സംസ്കൃത പണ്ഡിതന്മാർ പറയും ഈ ശ്ലോകത്തിൽ തന്നെ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള അർത്ഥമുണ്ട്. അതായത് ഇത് ധർമ്മക്ഷേത്രവും കർമ്മക്ഷേത്രവും കൂടിയാണ്. അപ്പോൾ ധർമ്മവും കർമ്മവും തമ്മിലുള്ള ഒരു സമന്വയം. അപ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സംഗ ഭാവമാണ്, എല്ലാത്തിനെയും ഒരുപോലെ കാണുന്ന അവസ്ഥ. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. നമ്മളെ നിലനിർത്തുന്ന നിസ്സംഗ ഭാവത്തിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ നിസ്സംഗ ഭാവത്തിൽ നിന്ന് നമ്മൾ ധാർമ്മികമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് കർമ്മഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സമന്വയം ആണ് ഭഗവാൻ പറയാൻ പോണത്, അല്ലെങ്കിൽ പറഞ്ഞത്. പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കൽ ആളുകൾക്ക് വളരെ എളുപ്പമാണ്. ചോയ്സ് എടുക്കുക. ഒന്നുകിൽ ധർമ്മം അല്ലെങ്കിൽ കർമ്മം, ഒന്നുകിൽ നിസ്സംഗഭാവം അല്ലെങ്കിൽ കർമ്മം. അപ്പോൾ പലപ്പോഴും ഈ വസ്തുത, അതായത് നിസ്സംഗഭാവം, പക്ഷേ അത് സാക്ഷിഭാവമാണത്. നിസ്സംഗഭാവത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ള ഭാഗം ചിലപ്പോൾ വിട്ടുകളയും.
അപ്പോൾ ഇതിൻ്റെ തത്വചിന്ത നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് ആണ് ഈ നമ്മുടെ ജനത അലസന്മാരായിട്ട് മാറിയതും അതുപോലെ ഒരുപാട് സാമ്രാജ്യങ്ങൾ നമ്മളെ അടിമകളാക്കി വെച്ചു. അതിന് കാരണം ഈ കർമ്മവും ധർമ്മവും തമ്മിലുള്ള സമന്വയത്തിന് പകരം ഒന്നുകിൽ നിസ്സംഗഭാവം അല്ലെങ്കിൽ കർമ്മം. ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളിലാണെങ്കിൽ അവർ കർമ്മത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് മുഴുവൻ. ഇന്ത്യക്കാരാണെങ്കിൽ നിസ്സംഗഭാവമാണ്, കർമ്മമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട് പുരോഗമിക്കാൻ വൈകിയതും പല പല സാമ്രാജ്യങ്ങളും ഇങ്ങനെ വന്ന് ഇതിനെ അടിമകളാക്കി വെച്ചത്. അപ്പോൾ ഇതിൽ തന്നെ ഹാർട്ട്ഫുൾനെസ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. സാക്ഷിഭാവം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിസ്സംഗനാവാനല്ല പറയുന്നത്. അപ്പം ഇത് വളരെ പ്രസക്തമാണ്. ചോയ്സ് എടുക്കാൻ എളുപ്പമാണ്, ഒന്നുകിൽ നിസ്സംഗത അല്ലെങ്കിൽ കർമ്മം. ശരിയായ രീതി അതല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ അപ്പോൾ ഇതെങ്ങനെയാണ് വരണമെന്ന് വെച്ചപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഇവിടെ എന്താ നടക്കണമെന്ന് ചോദിക്കുന്നത് ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞു. അപ്പം അതിൽ മാമക പാണ്ഡവശ്ചൈവ എൻ്റെ പാണ്ഡുവിൻ്റെ എന്ന് പറയേണ്ടത് എൻ്റെ മക്കൾ 100 പേര്, പാണ്ഡുവിൻ്റെ മക്കൾ 5 പേര്. ഇപ്പോൾ പാണ്ഡു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അപ്പോൾ സഹോദരൻ്റെ മക്കളെ വേറെയും എൻ്റെ മക്കൾ വേറെയെന്ന് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പാണ്ഡുവായിരുന്നു അവിടുത്തെ രാജാവ്. അദ്ദേഹം കാട്ടിൽ പോയപ്പോൾ താൽക്കാലികമായിട്ട് ധൃതരാഷ്ട്രയെ രാജ്യം ഏൽപ്പിച്ചതാണ്. പിന്നീട് പാണ്ഡു കാട്ടിൽ നിന്ന് മരിച്ചുപോയി. കുട്ടികളുണ്ടായപ്പോൾ മൂത്ത മകൻ പാണ്ഡുവിൻ്റെയാണ് ധർമ്മപുത്രർ. അല്ലെങ്കിൽ തന്നെ ആരാണോ രാജാവ് അവരുടെ മക്കൾക്കാണ് രാജ്യാവകാശം എന്നാണ് അന്നത്തെ നിയമം. അതാണ് ധൃതരാഷ്ട്രം പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രാഷ്ട്രത്തിനെ പിടിച്ചു വെച്ചുകൊണ്ടാണ് അത് ധൃതരാഷ്ട്രം എന്ന് പേരിട്ടിരിക്കുന്നത്. രാഷ്ട്രത്തിനെ വിട്ടുകൊടുക്കില്ല, കസേര വിടുന്ന പരിപാടി അദ്ദേഹത്തിനില്ല. ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ മാമക പാണ്ഡവ, എൻ്റെ പാണ്ഡുവിൻ്റെ എന്നുള്ള ചിന്ത. അപ്പോൾ പാണ്ഡു എന്ന് പറഞ്ഞ സഹോദരൻ്റെ പേരാണെങ്കിലും പാണ്ഡവ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ഈശ്വരൻ എന്നർത്ഥമുണ്ട്. അപ്പോൾ ഈശ്വരൻ്റെ എന്ന് പറയുന്നിടത്ത് പകരം എൻ്റെ എന്ന് പറയാം. അപ്പോൾ എൻ്റെ പാണ്ഡുവിൻ്റെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ എൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ഈ ആധാരമൊക്കെ എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ, പണ്ടാരം വക എന്നൊക്കെ എഴുതും. അതായത് ക്ഷേത്രഭൂമിയാണെങ്കിൽ അങ്ങനെ എഴുതുക, ഈശ്വരൻ്റെ ആണത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും ഉടമ എന്ന് പറയുന്നത് ഈശ്വരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെയാണ് എല്ലാം. അതിന് പകരം ഞാൻ എൻ്റെ എന്ന് പറയാം. അപ്പോഴാണ് ദുരിതങ്ങൾ തുടങ്ങുന്നതാണ്. ഈശ്വരൻ്റെ എന്ന് പറയുന്നതിന് പകരം എൻ്റെ എന്ന് പറയുമ്പോൾ ദുരിതങ്ങൾ തുടങ്ങും. ആ ദുരിതമാണ് ഈ യുദ്ധത്തിൽ പോയി കലാശിച്ചിട്ടുള്ളത് എന്നാണ്. എല്ലാ സാഹചര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ ഈശ്വരൻ്റെ എന്ന് പറയുന്നതിന് പകരം എൻ്റെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന തിരിച്ചടിയാണ് ദുരിതം അല്ലെങ്കിൽ യുദ്ധമായിട്ട് വരുന്നത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ പ്രാർത്ഥനയിൽ തന്നെ ഉണ്ട്. അത് ലക്ഷ്യം ഫിക്സ് ചെയ്യണു. ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യം. അപ്പോൾ എല്ലാം ഈശ്വരൻ്റെ എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ സാക്ഷാത്കരിക്കലാണ് ജീവാത്മാവായ എൻ്റെ ഉദ്ദേശം. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താ? ആഗ്രഹങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങളാണ്. എൻ്റേതല്ലാത്തത്. ഇതാണ് പ്രശ്നം. മാമക പാണ്ഡവശ്ചൈവ എന്ന് പറയണ പോലെ എൻ്റെ മക്കൾ പാണ്ഡുവിൻ്റെ മക്കൾ, എൻ്റെ ഈശ്വരൻ്റെ. അപ്പം ഈശ്വരൻ്റെ ആയത് എൻ്റെ എന്ന് പറയുമ്പോൾ എന്തായി തുടങ്ങായി. ഹാർട്ട്ഫുൾനെസ്സിൽ അത് സി പോയിൻ്റ് അപ്പം തന്നെ അസ്വസ്ഥമാവും. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങളാണ് മനസ്സിനെ വികലമാക്കുന്നത്. വികലമായ മനസ്സാണ് യുദ്ധം സൃഷ്ടിക്കുന്നത്, സർവ്വ ദുരിതങ്ങളും മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ പ്രാർത്ഥനയിൽ തന്നെ
ഭഗവത്ഗീതയുടെ കംപ്ലീറ്റ് എസൻസ് അല്ലെങ്കിൽ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ തൊട്ടുള്ള അന്തരാർത്ഥം ഉറങ്ങിക്കിടക്കും. അതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെയും ഭഗവത്ഗീതയുടെയും പ്രസക്തി. അത് വളരെ ലളിതമായ ഒരു സാധനാ പദ്ധതി കൂടെ ബാബുജി മഹാരാജ് പുനരാവിഷ്കരിച്ചിരിക്കുന്നു. ഇത് എല്ലാ ശ്ലോകത്തിലും നമുക്കിത് കാണാൻ പറ്റും, ഈ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പ്രസക്തമാണെന്ന്. ഇനി ബാബുജി മഹാരാജ് പറയുന്ന ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്നുള്ളത്. അപ്പം അത് കൂടുതൽ വ്യക്തമാവും. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ബാബുജി മഹാരാജ് രാജയോട് പറയണ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. നമുക്കറിയാം ശ്ലോകം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാത്തായ സംഭവാമി യുഗേ യുഗേ. ഈ 2 ശ്ലോകങ്ങളുടെയും അർത്ഥം ഏകദേശം ഒരേ മാതിരിയാണ്. അതായത് ഭഗവാൻ പറയുന്നത് ധർമ്മം അധർമ്മം തമ്മിലുള്ള സന്തുലിതാവസ്ഥ തെറ്റുന്ന സമയത്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും അധർമ്മത്തെ അടിച്ചമർത്താനും ഞാൻ യുഗം തോറും അവതരിക്കുന്നതാണ്. അപ്പോൾ അർജുനനൊരു ഉറപ്പ് കൊടുക്കുകയാണ്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, എൻ്റെ ഉദ്ദേശം അതാണ്. പിന്നീട് പരിത്രാണായ സാധൂനാം, അതായത് സാധുക്കളെ സംരക്ഷിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ഞാൻ യുഗം തോറും അവതരിക്കും എന്ന് പറയാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, എന്തിനാണ് ധർമാധർമ്മങ്ങളുടെ ഒരു സന്തുലിതാവസ്ഥ കീപ്പിക്കുന്നത്? ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ്റെ പരിണാമം സാധ്യമല്ല. ഇപ്പം ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ മഹർഷിമാരൊക്കെ അവർക്ക് ജീവിക്കാൻ പോലും വയ്യാത്ത സ്ഥിതി വരുമ്പോൾ മഹാവിഷ്ണുവോട് പോയി പറയാണ്. പല രാക്ഷസന്മാരുടെയും വിനോദങ്ങൾ അന്നത്തെ കാലത്ത് പർണാശ്രമങ്ങൾക്ക് തീയിടലായിരുന്നു. ധ്യാനിച്ചിരിക്കുന്ന മഹർഷിമാരുടെ പർണാശ്രമങ്ങൾക്ക് തീയിടുക, അവരെ ഉപദ്രവിക്കുകയൊക്കെ. അപ്പോൾ അവർ നേരെ മഹാവിഷ്ണുവോട് പറയും, ഞങ്ങൾക്ക് ഈ തപസ്സൊന്നും ചെയ്യണ്ടേ, ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴാണ് ഇതാരാ ചെയ്യണ, ആ ദുഷ്ടനെ നിഗ്രഹിക്കാൻ അവതാരമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ അവതാരങ്ങൾക്കും ഒരേ ഉദ്ദേശമാണ്. എന്താണ്? ധർമ്മ സംസ്ഥാപനാണ്. ധർമ്മം പുനഃസ്ഥാപിക്കലും അധർമ്മത്തിനെ നശിപ്പിക്കലും. പരിപൂർണമായിട്ട് നശിപ്പിക്കില്ല, ഇത് രണ്ടും തമ്മിലൊരു ബാലൻസ് വയ്ക്കും. ഈ ബാലൻസിലാണ് മനുഷ്യൻ്റെ പരിണാമം. അപ്പോൾ ആത്മീയ പാതയിലെ പരിണാമം എന്ന് പറയുന്നത് ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥയിലാണ് നടക്കുന്നത്. അപ്പം അതിനൊരു അടിത്തറ പാകാനാണ് അവതാരം വരുന്നത്. അപ്പം അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അവതാരവും ഗുരുവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗുരുവിൻ്റെ ഉദ്ദേശം ഇതല്ല. ധർമ്മസംസ്ഥാപനമല്ല ഗുരുവിൻ്റെ ഉദ്ദേശം, അത് അവതാരത്തിൻ്റെ ഉദ്ദേശമാണ്. അവതാരത്തിൻ്റെ ഉദ്ദേശം അല്ല ഗുരുവിൻ്റെ ഉദ്ദേശം. ഇത് വളരെ നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഭഗവത്ഗീതയിൽ വളരെ സ്പഷ്ടമാണ് ഈ ശ്ലോകം. അതുകൊണ്ടായിരിക്കും ബാബുജി മഹാരാജ് ആദ്യം ഈ 2 ശ്ലോകങ്ങൾ സെലക്ട് ചെയ്തതെന്ന് ഭഗവാൻ പറഞ്ഞു. അസ്വസ്ഥനായിട്ടുള്ള അർജുനനൊരു സമാധാനം കൊടുക്കുക. ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഞാൻ അവതരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം അധർമ്മികൾ പെരുകിയിരിക്കണു, ധർമ്മിഷ്ഠന്മാരുടെ സ്ഥിതി അബദ്ധമായിരിക്കണു ഈ സമയം. അങ്ങനെയാണ് ഇപ്പോൾ ഇത് വന്ന് ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ദുഷ്ടന്മാരെ നിഗ്രഹിക്കേണ്ടതും ധർമ്മിഷ്ഠരായിട്ടുള്ള സംരക്ഷിക്കേണ്ടതും അനിവാര്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധം അനിവാര്യമാണ്. നീ അതിൻ്റെ ഉപകരണമാണ് അർജുന എന്ന് പറയുകയാണ്. അപ്പോൾ അവതാരത്തിൻ്റെ ഉദ്ദേശം ധർമ്മസംസ്ഥാപനം, ഗുരുവിൻ്റെ ഉദ്ദേശം ആധ്യാത്മിക പരിണാമം. ഒരു മനുഷ്യനെ ലക്ഷ്യപ്രാപ്തി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉന്നതമായ ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ദൗത്യം ആണ് ഗുരുവിനുള്ളത്. അതല്ല അവതാരത്തിൻ്റെ ഉദ്ദേശം. എന്താ കാരണം വെച്ചാൽ ഈ മഹാഭാരതത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അന്തർധാനം ചെയ്യാൻ പോണ സമയത്ത് അദ്ദേഹം പോവാണ്. അപ്പോൾ അദ്ദേഹം
അത് ഉദ്ധവരെ ഗുരുവായിട്ട് അവരോധിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഉദ്ധവർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ഒരു അനുഗമിക്കുന്ന ആളാണ്. പറഞ്ഞു, ഞാൻ പോവാണ്, നിന്നെ ഞാൻ ഗുരുവായിട്ട് അവരോധിക്കുന്നു. ഇനി ഗോപസ്ത്രീകൾ അവർക്ക് എന്നോട് ഭ്രാന്തമായിട്ടുള്ള സ്നേഹമാണ്. പക്ഷെ അത് മാനുഷികമായ ലെവലിലാണ്. ദിവ്യസ്നേഹം എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ദിവ്യമായ സ്നേഹം എന്താണെന്ന് നീ ഒരു ഗുരുവിൻ്റെ രൂപത്തിൽ അവരെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ നിന്നെ ഗുരുവായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഉദ്ധവർ പറയാം, അങ്ങുള്ളപ്പോഴും ഞാനോ ഗുരു? അപ്പോഴാണ് പറയണ ഈ കാര്യം, അതായത് എൻ്റെ അവതാര ഉദ്ദേശം നിറവേറ്റി കഴിഞ്ഞു. അപ്പോൾ അവതാരത്തിൻ്റെ ഉദ്ദേശം ധർമ്മ സംസ്ഥാപനമാണ്. ഗുരുവാണ് അത് മുന്നോട്ടെടുക്കേണ്ടത്. ദിവ്യമായ സ്നേഹത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കി ആ ദിവ്യത്വത്തിനോട് കണക്ട് ചെയ്ത് നമ്മുടെ ആത്മീയ ചക്രങ്ങളിലൂടെ നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര, അത് ഗുരുവിൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യാസമാണ് നമ്മൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവതാരത്തിനെ ഒരിക്കലും നമുക്ക് അനുഗമിക്കാൻ സാധ്യമല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്തതൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അദ്ദേഹം ഗോവർദ്ധനഗിരി ഒരു വിരലെടുത്ത് ഉയർത്തി, നമുക്ക് സാധിക്കുമോ? ഇല്ല. കാളീൻ്റെ തലയിൽ കയറി നൃത്തം വെച്ചു, നമ്മളെ കൊണ്ടാവണമല്ലാതെ. അതായത് ധർമ്മത്തെ സ്ഥാപിക്കാനും അധർമ്മത്തെ നശിപ്പിക്കാനും ഇത് തമ്മിലുള്ള സന്തുലിതാവസ്ഥ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേക ശക്തികളോടുകൂടിയാണ് അവർ വരുന്നത്. എന്നാൽ ഗുരു അങ്ങനെയല്ല. നമ്മളെ പോലെ പരിപൂർണ ആശ്രിതത്വത്തിൽ നിസ്സഹായാവസ്ഥയിൽ ജനിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ പരിണാമപാതയിൽ കൂടെ കടന്നുപോയി പ്രപഞ്ചനാഥനായിട്ടുള്ള ദിവ്യഗുരുവായിട്ട് മാറുന്നു. അത് അദ്ദേഹം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം ആ സാധ്യത നമ്മൾ ഓരോരുത്തരും ഉണ്ട്. അവതാരത്തിനെ നമുക്ക് അനുഗമിക്കാൻ സാധ്യമല്ല. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഗുരുവിനെ നമുക്ക് പരിപൂർണമായിട്ട് അനുഗമിക്കാം, അദ്ദേഹത്തിനെ പോലെ ജീവിതം നയിക്കാം. അതുകൊണ്ടാണ് ആർട്ട്ഫുൾനെസ്സിൽ ഞങ്ങൾ ഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്നു, അടിമകളെ സൃഷ്ടിക്കുന്നില്ല. മാസ്റ്റേഴ്സിനെയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്, ശിഷ്യന്മാരെ അല്ല എന്ന് ബാബുജി മഹാരാജ് പറയും. അതിന് കാരണം അതാണ്. ഏതൊരു സാധകനും പരിണമിച്ച് ഈ സാധനാ പദ്ധതിയിലൂടെ ഗുരുവിനെ പോലെ ആയിത്തീരാനുള്ള സാധ്യതയാണ് ഗുരു നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അതല്ല അവതാര ഉദ്ദേശം. അപ്പോൾ അവതാരവും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ 2 ശ്ലോകങ്ങൾ. യഥാ യഥാ ഹി ധർമ്മസ്യ പരിത്രാണായ സാധൂനാം. 3, 4, 5 ശ്ലോകങ്ങളിൽ പരിപൂർണമായിട്ടും ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വചിന്തയാണ് പറയുന്നത്. അതിൽ നമുക്കറിയാം ഭഗവത്ഗീതയുടെ കാതലായ ആശയം എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞ എന്നാണ്. നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന്, സ്ഥിതപ്രജ്ഞനെ എങ്ങനെ പെരുമാറും, സംസാരിക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്. പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന്, ബോധം, അതിൽ സ്ഥിതമാവുക. അതായത് ആത്മാവിൽ ബോധം ഉറപ്പിച്ച ആള്, അതാണ് സ്ഥിതപ്രജ്ഞ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഭഗവത്ഗീത സംബന്ധിച്ചിടത്തോളം ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞയാണ്. ഇപ്പം നമ്മൾ ഹിന്ദു ധർമ്മത്തിലാണെങ്കിൽ നമ്മളതിനെ മോക്ഷപ്രാപ്തി എന്ന് പറയും, അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയും. ബുദ്ധമതത്തിലാണെങ്കിൽ അതിനെ നിർവ്വാണം എന്നാണ് പറയുക. ജൈന മതത്തിൽ അതിനെ കൈവല്യം എന്ന് പറയും.
പതഞ്ജലി മഹർഷിയും കൈവല്യം എന്നാണ് പറയണത് അതിന്. അതുകൊണ്ട് കൈവല്യ പാദം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ, അവസാനത്തെ അധ്യായം പതഞ്ജലി മഹർഷിയുടെ കൈവല്യപാദം എന്നാണ്. അപ്പോൾ ഈ സ്ഥിതപ്രജ്ഞ എന്നുള്ള അവസ്ഥയെ പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്, ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുന്ന അവസ്ഥയാണ് അദ്ദേഹം യോഗദർശനം അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞ എന്നുള്ളത്. ദൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ആത്മാവ് ആണ് യഥാർത്ഥത്തിൽ ദൃഷ്ടാവ് അല്ലെങ്കിൽ സാക്ഷി, കാണുന്ന ആള്. ബാക്കി ശരീരം, മനസ്സും ചിന്തകളും നമ്മുടെ വൈകാരികതയെല്ലാം ദൃശ്യങ്ങളാണ്. അപ്പോൾ ഈ ദൃഷ്ടാവും ദൃശ്യവും തമ്മിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കലാണ് ആദ്യമായി സാധനയുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് സാക്ഷിഭാവം, സ്നേഹഭാവവും നമ്മൾ ധ്യാനത്തിൽ ഉൾക്കൊള്ളാൻ പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സ്ഥിതപ്രജ്ഞമായിട്ടുള്ള മനസ്സ് ദൃഷ്ടാവിനെ ഒരു വശത്തും ദൃശ്യങ്ങളെ മറ്റൊരു വശത്തുമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരും. അതാണ് സ്ഥിതപ്രജ്ഞ എന്നുള്ള അവസ്ഥ. അതായത് ആഗ്രഹങ്ങളെ കൊണ്ട് വികലമാവാത്ത മനസ്സ്, ആ ബോധത്തിനെ ആത്മാവിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന അവസ്ഥ, അതിനെയാണ് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൽ എന്താണ്? സി പോയിന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറയും, അതായത് നിരന്തര സ്മരണ. ഇപ്പോൾ സ്ഥിതപ്രജ്ഞയ്ക്ക് മറ്റൊരു വാക്കാണ് ഹാർട്ട്ഫുൾനെസ്സിൽ നിരന്തര സ്മരണ എന്ന് പറയുന്നത്. നിരന്തര സ്മരണ എന്ന് പറയുന്നത് നമ്മുടെ സി പോയിന്റിനെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ അതിനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ സി പോയിന്റിനെ സംരക്ഷിക്കലും ബി പോയിന്റുകളിലുള്ള പ്രാക്ടീസുമാണ് ഹാർട്ട്ഫുൾനെസ്സിൽ സ്ഥിതപ്രജ്ഞയ്ക്ക് സഹായിട്ട് മാറുന്നത്. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ട് വികലമാകാത്ത മനസ്സ്, ഇഷ്ടാനിഷ്ടങ്ങൾ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതുപോലെ ഇതേ മീനിങ് വരുന്ന ഒരുപാട് ശ്ലോകങ്ങളുണ്ട് ഭഗവത്ഗീതയിൽ. അതാ പറയുന്നത്, പിന്നീട് അത് ചേർത്തതായിരിക്കാം, അല്ലെങ്കിൽ വ്യാസൻ ഇത് ഭഗവാന്റെ സംപ്രേഷണത്തിൻ്റെ വൈബ്രേഷൻസ് പിടിച്ചെടുത്ത് എഴുതിയതായിരിക്കാം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ എന്ന് പറയുന്ന ശ്ലോകമുണ്ട്. ശീതോഷ്ണ സുഖ ദുഃഖതാം ആഗമം അപായനം അനിത്യം സ്താം സ്ഥിതിക്ഷസ്യ ഭാരതാം. അതായത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുന്ന സമയത്ത് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നു. ഈ പരസ്പര വൈരുദ്ധ്യങ്ങളുടെ പ്രത്യേകത എന്താ? അത് ആഗമം അപായനം എന്നാണ്, വരും പോവും, സ്ഥിരമല്ല. അതുകൊണ്ട് നീ സ്ഥിതപ്രജ്ഞനാവുക അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഈ പരസ്പര വൈരുദ്ധ്യങ്ങളെയാണ് ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയും, ആഗ്രഹങ്ങൾ എന്ന് പറയും. അപ്പം ആ ഇഷ്ടാനിഷ്ടങ്ങൾ വന്നും പോകുന്നതാണ്. അപ്പം അത് ദൃശ്യങ്ങളാണെന്നർത്ഥം. ദൃഷ്ടാവിൽ തന്നെയാണ് വിലയം പ്രാപിക്കേണ്ടതാണ് സ്ഥിതപ്രജ്ഞ എന്നത്. അപ്പോൾ ഇത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വചിന്തയാണ് അവിടെ പറയുന്നത്, സ്ഥിതപ്രജ്ഞ. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ്, ഭഗവത്ഗീത കോഴ്സ് ഹാർട്ട്ഫുൾനെസ് ഈയിടെ തുടങ്ങി വെച്ചത്. നമ്മളിൽ പല ആൾക്കാർ, പ്രിസപ്റ്റർമാരും അത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അന്തസത്ത. 4-ാമത്തേക്ക് വന്നാൽ ഇതിൻ്റെ തുടർച്ചയാണ്. ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തുടക്കം തന്നെ ക്രോധാത് ഭവതി സമ്മോഹ എന്നാണ്. അവസാനം ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിനാശം എന്ന് പറഞ്ഞാൽ സർവനാശത്തിൽ കലാശിക്കുന്നു പറയാം. അപ്പോൾ അതെങ്ങനെ തുടങ്ങണമെന്ന് വെച്ചാൽ, സി പോയിന്റിനെ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു, ഇഷ്ടാനിഷ്ടങ്ങൾ. സി പോയിന്റിൽ സംരക്ഷിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇഷ്ടാനിഷ്ടങ്ങൾ വരും. ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വസ്തുക്കളോടാവാം, വ്യക്തികളോടാവാം. വസ്തുക്കളോടാണെങ്കിൽ എ പോയിന്റിനെയും വ്യക്തികളോടാണെങ്കിൽ ബി പോയിന്റും അസ്വസ്ഥമാവും. അപ്പോൾ നമ്മുടെ കർമ്മമേഖലയിലെ ധാർമ്മികത നഷ്ടപ്പെടും, കുറ്റബോധം വരാൻ സാധ്യത. ഇപ്പോൾ ഡി എന്നുള്ള പോയിന്റ് ഹാർട്ട്ഫുൾനെസ്. ഇപ്പോൾ ബാബുജി മഹാരാജ് ഒരു ശാസ്ത്രജ്ഞനെ പോലെ ഇത് വിശദീകരിക്കുക, എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് ഇതുകൊണ്ട്. ഭഗവത്ഗീതയിൽ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഭൂമി എന്ന് പറയുന്നത് അസ്വസ്ഥമാവും. അപ്പോൾ അസംതൃപ്തിയാണ് അതിൻ്റെ ഫലം. അപ്പം അസംതൃപ്തി എന്തുണ്ടാവും? അടുത്ത പോയിന്റിനെ ബാധിക്കും, നമ്മുടെ ശാന്തി നഷ്ടപ്പെടും. ആ ശാന്തി,
അസംതൃപ്തി അശാന്തിയിലേക്ക് പോകും. അശാന്തി നമുക്ക് ദേഷ്യം വരും. കുറേ നേരം അശാന്തി നമ്മുടെ ശാന്തി നഷ്ടപ്പെട്ടാൽ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും. ദേഷ്യത്തിൻ്റെ ഉന്നതമായ ഭാവമാണെന്ത്? ഭയം. ദേഷ്യം ഭയമായിട്ട് പരിവർത്തനപ്പെടും. പലപ്പോഴും ദേഷ്യം വന്നിട്ടുള്ള ആൾക്കാരുടെ സ്ഥിതി ഭയപ്പെടുന്നതുകൊണ്ടാണ് ദേഷ്യം വരുന്നത്. ഭയം എന്തുണ്ടാവും? അഞ്ചാമത്തെ പോയിൻ്റായിട്ടുള്ള വായുചക്രത്തിനെ ബാധിക്കും. അവ്യക്തതയാണ് ഫലം. അവ്യക്തതയാണ് ബുദ്ധിനാശം എന്ന് പറയുന്നത്. ബുദ്ധിനാശമാണ് സർവനാശം എന്ന് പറയുന്നത് ഭഗവാൻ. അതുകൊണ്ടാണ് ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറയുന്നത്. ബുദ്ധിനാശം സർവനാശത്തെ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇത് വിജ്ഞാനമയ കോശമാണത്. ബുദ്ധി അത് നശിക്കും. അതായത് ഹൃദയമണ്ഡലത്തിലെ ആദ്യത്തെ 5 പോയിന്റുകളും അസ്വസ്ഥമാവുന്നത്. ഹാർട്ട്ഫുൾനെസ്സിലാണെങ്കിൽ ഹൃദയമണ്ഡലത്തിലെ 5 പോയിന്റുകളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയാം. അത് ഇഷ്ടാനിഷ്ടങ്ങളിലൂടെ അത് എങ്ങനെ വികലമാവുന്നു എന്ന് പറയുന്നു. ഈ 5ാമത്തെ പോയിന്റ് വ്യക്തത നഷ്ടപ്പെട്ട് ആശയക്കുഴപ്പത്തിലാവുമ്പോഴാണ് നമുക്ക് യോഗദർശനം നഷ്ടപ്പെട്ടു പോകുന്നത്. വികലമായ കാഴ്ചയാണ് കാണുന്നത്. പതഞ്ജലി മഹർഷി അതിനെ ഭ്രാന്തി ദർശനം എന്ന് പറയും. കേട്ട വാക്ക് കേട്ടാൽ തന്നെ അറിയാം എന്താണ് ഭ്രാന്തി ദർശനം. വൃത്തി സാരൂപ്യം എന്നൊക്കെ പറയും. അത് കേട്ടാൽ നല്ല മനോഹരം എന്ന് തോന്നും. ഭ്രാന്തി ദർശനത്തിൻ്റെ വേറൊരു വാക്കാണ് വൃത്തി സാരൂപ്യം. അതായത് ദൃഷ്ടാവിൽ വിലയം പ്രാപിക്കുന്നതിന് പകരം ദൃശ്യങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. ഇപ്പം ദൃഷ്ടാവ് ദൃശ്യങ്ങളിൽ താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ച ഭാഗികമായിട്ടുള്ള കാഴ്ച ഉണ്ടാവുള്ളൂ. ശരിയായ കാഴ്ചയില്ല, യോഗദർശനം ഉണ്ടാവില്ല. അതിനെയാണ് ഭ്രാന്തി ദർശനം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് 4ാമത്തെ ശ്ലോകം. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ ഈ 5 ചക്രങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങളാണ് ഈ ബുദ്ധിനാശാത് പ്രണശ്യതി അല്ലെങ്കിൽ ക്രോധാത് ഭവതി സമ്മോഹ എന്ന് പറയുന്ന ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര പ്രസക്തമാണ് നോക്കൂ ഭഗവത്ഗീതയും ഹാർട്ട്ഫുൾനെസ്സും തമ്മിൽ. 5ാമത്തെ ശ്ലോകത്തിലേക്ക് വന്നാൽ വീണ്ടും ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. അതവരുടെ 3, 4, 5 ശ്ലോകങ്ങൾ ബാബുജി മഹാരാജ് പറഞ്ഞു ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഹാർട്ട് റീജിയൻ്റെ പരിപൂർണമായിട്ടുള്ള തത്വചിന്തയെ പറയുന്നത്. അപ്പം അതിൽ പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആള് പരമമായ ശാന്തി അനുഭവിക്കുന്നത്. പതഞ്ജലി മഹർഷിയെ ചിത്തവൃത്തി നിരോധം എന്ന് പറയും. ഇന്ദ്രിയ നിയന്ത്രണത്തിനെ. ചിത്തം അദ്ദേഹം പറയണത് മനസ്സ്, ചിന്തകൾ, ഹൃദയം, ബോധം. ഈ 4 ധ്യാനാത്മകമാകുമ്പോൾ അപ്പോഴാണ് യോഗദർശനം സാധ്യമാവുന്നത്. അതിനെയാണ് അദ്ദേഹം ചിത്തവൃത്തി നിരോധം അല്ലെങ്കിൽ ധ്യാനജ ചിത്തം എന്ന് പറയുന്നത്. ആ ധ്യാനജ ചിത്തം നമുക്ക് പരമമായ ശാന്തി പ്രദാനം ചെയ്യുന്നു. അതാണ് 5ാമത്തെ ശ്ലോകമായിട്ട്. അപ്പോൾ 3, 4 ഒരു പരിസമാപ്തിയായിട്ട് അത് വരിക. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിലോ ചിത്തവൃത്തി നിരോധത്തിന് പകരം ഭ്രാന്തി ദർശനം. അപ്പോൾ ഇത് ഭഗവത്ഗീതയുടെ ഒറ്റ നോട്ടത്തിലൊരു അന്തഃസത്തയാണ് ഈ ശ്ലോകം എന്ന് പറഞ്ഞാൽ. കാരണം എന്താ, ഇപ്പം നമ്മൾ ഭഗവത്ഗീത പുസ്തകത്തിൻ്റെ പുറത്തൊക്കെ എന്താ ഒരു പടം ഉണ്ടാവുക, 5 കുതിരകൾ കെട്ടിയിട്ടുള്ള ഒരു രഥം. സാരഥിയുടെ സ്ഥാനത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ കടിഞ്ഞാണ് പിടിച്ചിരിക്കുന്നത്. രഥത്തിൽ നിന്നുകൊണ്ട് അർജുനൻ അസ്ത്രം അയക്കുന്നത്. അതല്ല ഭഗവത്ഗീതയുടെ പുസ്തകങ്ങളുടെ മേലേക്ക് ഉണ്ടാവുന്ന പടം അതാണ്. അപ്പം ഈ ഒരൊറ്റ പടം തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് മീനിങ് അതിൻ്റെ മേലെ വ്യക്തമാക്കുന്നുണ്ട്. ആത്മാനാം രഥിനം വിദ്ധി ശരീരം രഥമേവതു. അതായത് ഈ ശരീരം എന്ന് പറയുന്നത് ഒരു രഥമാകുന്നു പേര്. അപ്പോൾ ശരീരം രഥമാകുന്നു. 5 കുതിരകൾ, 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 കുതിരകൾക്കും 5 ജോഡി കടിഞ്ഞാനുണ്ട്. അതാണ് ബുദ്ധി. ഈ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്ന സാരഥിയാണ് മനസ്സ്.
അപ്പോൾ രഥം ശരീരം, അതാണ് ആത്മാനാം രഥിനം വിത്തി, ശരീരം രഥമേവതു എന്ന് പറയാം. ആത്മാവാണ് ഈ രഥത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ യാത്രക്കാരൻ. അപ്പോൾ ഇനി എന്താണ് പ്രശ്നം? എന്തിനാണ് രഥം ഉപയോഗിക്കുന്നത്? യാത്രയ്ക്കാണ്. പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലോ, രഥം യാത്രയ്ക്കുള്ളതാണ്. അപ്പോൾ രഥത്തിൻ്റെ ഉടമയായ ആത്മാവിന് ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള യാത്രയ്ക്കാണ് ഇത് തയ്യാറായി നിൽക്കുന്നത്. ഇപ്പം ശരീരം രഥം, ഇന്ദ്രിയങ്ങൾ കുതിരകൾ, കടിഞ്ഞാണ് ബുദ്ധി, സാരഥി മനസ്സ്, രഥത്തിൻ്റെ ഉടമ ആത്മാവ്. ഇനി എവിടെയാണ് പ്രശ്നം വരാൻ സാധ്യതയുള്ളത്? പ്രശ്നം വരാൻ സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, സാരഥി. അപ്പോൾ രഥത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാരാണ്? സാരഥിയാണ്. ഒരു വാഹനത്തിൻ്റെ ഡ്രൈവറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, ഡ്രൈവർ മദ്യപിച്ചിരുന്നു. ഡ്രൈവർ മദ്യപിച്ചാൽ എന്താണ്ടാവുക? സാരഥി മദ്യപിച്ചാൽ അയാളുടെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് നഷ്ടപ്പെടും, വാഹനം എവിടെയെങ്കിലും പോയി ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം സാരഥിയുടെ കയ്യിൽ ഈ കടിഞ്ഞാണ് ഭദ്രമായിരിക്കണം. അപ്പം സാരഥിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. സാരഥി എന്ന് പറഞ്ഞാൽ മനസ്സാണ്. അതുകൊണ്ടാണ് മനസ്സിനെ ക്രമീകരിക്കുക, ചിത്തവൃത്തി നിരോധത്തിൽ ഇത്രമാത്രം പ്രധാനം വന്നത്. യോഗ എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധം എന്ന് പരിപൂർണമാക്കിയിരിക്കുക പതഞ്ജലി മഹർഷി. യോഗയ്ക്ക് വേറെ ഒരു നിർവചനമില്ലാതെ യോഗം ചിത്തവൃത്തി നിരോധം. അപ്പം മനസ്സിനെ ക്രമീകരിക്കലാണ് യോഗ. മനസ്സെന്ന് പറഞ്ഞാൽ അവിടെ സാരഥിയാണ്. ഇനി ഭഗവത്ഗീതയിൽ എന്താണ്? ആ സാരഥിയുടെ സ്ഥാനത്ത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹമാണ് ഈ യുദ്ധം മുഴുവൻ ജയിക്കുന്നതും. ഈ ഒരൊറ്റ ആളാണ് മഹാഭാരതം യുദ്ധം മുഴുവൻ ജയിക്കുന്നത്, ഈ സാരഥിയാണ്. സാരഥി നിരായുധനായിട്ട്, അല്ലാതെ അതിൻ്റെ അലാസ്ത്രങ്ങളില്ല, അസ്ത്രം കൈകൊണ്ട് തൊടുന്ന പോലും ഇല്ല, നമ്മുടെ മനസ്സ് പോലെയാണ്. അപ്പോൾ സാരഥിയുടെ സ്ഥാനത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട്. രഥത്തിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ അർജുനനാണ്, ജീവാത്മാവ്. അപ്പോൾ ജീവാത്മാവിന് ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള യാത്രയിൽ മനസ്സിൻ്റെ സ്ഥാനത്ത്, സാരഥിയുടെ സ്ഥാനത്ത് പരമാത്മാവിനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സും പരമാത്മാവും കൂടി കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മനസ്സും ഹൃദയം കൂടി കണക്ട് ചെയ്യണം. നമ്മൾ ഹൃദയത്തിലാണ് ഈശ്വരൻ്റെ സ്ഥാനം അല്ല നമ്മൾ പറയണത്. അതുകൊണ്ടാണ് മനസ്സും ഹൃദയവും കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഹാർട്ട്ഫുൾനെസ്സിൽ. ഹൃദയത്തിൽ ദിവ്യപ്രകാശം എന്നുള്ള സങ്കല്പത്തിൽ മനസ്സിനെ ഹൃദയത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു. അതല്ലേ ഹാർട്ട്ഫുൾനെസ്സിൽ ചെയ്യുന്നത്. ഈ ഒരൊറ്റ നിർദ്ദേശം കൊണ്ട് ഭഗവത്ഗീതയുടെ കംപ്ലീറ്റ് സന്ദേശം അതിൽ ഉൾപ്പെടുത്തി ബാബുജി മഹാരാജ്. എന്താണ്? സാരഥിയുടെ സ്ഥാനത്ത് നമ്മൾ പരമാത്മാവിനെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ടാണ് സാരഥി ആ സ്ഥാനമല്ലാണ്ട് വേറെ ഒരു സ്ഥാനത്തും പരമാത്മാവിനെ പ്രതിഷ്ഠിക്കാൻ സാധ്യമല്ല. നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നല്ലേ അർജുനൻ്റെ, അദ്ദേഹമാണ് യുദ്ധം ജയിക്കുന്നത് മുഴുവൻ, വേറെ ഒരു പൊസിഷനും ഭഗവാൻ കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ്. അപ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ സാരഥിയാക്കണം ആരെ? ഈശ്വരനെ. അങ്ങനെയാണ് ഈ യുദ്ധം ജയിക്കുന്നത്. ഭൗതിക യുദ്ധമായാലും ആത്മീയ യുദ്ധമായാലും, ഈശ്വര സാക്ഷാത്കാരായാലും ഭൗതികമായ സാക്ഷാത്കാരായാലും നമ്മളത് വിജയിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സാരഥിയെ ഈശ്വരനാക്കുമ്പോഴാണ്. അതിന് പകരം എന്ത് ചെയ്യും? നമ്മുടെ അഹം എന്നുള്ള ഭാവം പറയും, ഞാൻ തന്നെ ഓടിച്ചോളാൻ വണ്ടി എന്ന് പറയും. മദ്യപിച്ച ആൾക്കാർ പറയും ഒരു കുഴപ്പമില്ല, ഞാൻ വളരെ സ്റ്റേബിളാണ്, ഞാൻ ഓടിക്കാമെന്ന് പറയും. അപ്പോൾ ഈ കുതിരകൾ കടിഞ്ഞാണ് കയ്യിൽ നിന്ന് പോവും സാരഥിയുടെ. അപ്പോൾ ഈ രഥം എവിടെയെങ്കിലും പോയി ഇടിച്ച് തകരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തകർന്നാൽ രഥത്തിൻ്റെ ഉടമയായിട്ടുള്ള ആത്മാവ് ഈ രഥത്തിൽ നിന്ന് ഇറങ്ങി മറ്റൊരു രഥം സങ്കല്പശക്തി കൊണ്ട് സൃഷ്ടിച്ച് യാത്ര മുന്നോട്ട് പോകുന്നു. അതാണ് പുനർജന്മമായിട്ട് കാണുന്നത്. അപ്പോൾ സാരഥി പരമാത്മാവിനെ അവിടെ ഇരുത്തലാണ് ഇതിൻ്റെ ഉദ്ദേശം. ഹാർട്ട്ഫുൾനെസ്സിലോ നമ്മുടെ ജീവിതത്തിൻ്റെ സാരഥിയാക്കി നമ്മൾ
ഗുരു സാക്ഷാത് പരബ്രഹ്മ, പരമാത്മാവിനെ അവിടെ പ്രതിഷ്ഠിക്കുന്നു, ഗുരുവിനെ. അപ്പോൾ മാസ്റ്ററെ നമ്മുടെ ജീവിതത്തിൻ്റെ സാരഥിയാക്കുക എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ ലക്ഷണം. ഇപ്പോൾ ഭഗവത്ഗീതയിലെ ആ ഒരൊറ്റ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്താ, ഒരു യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിന് ഹൃദയത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തിനോട് നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കാൻ ഈ കടിഞ്ഞാൺ അദ്ദേഹത്തിന് കൈമാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. അതിന് പകരം ഞാൻ തന്നെ എൻ്റെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ അതാണ് അഹം എന്നുള്ള ഭാവം. ഈശ്വരനെ അവിടുന്ന് മാറ്റി അഹം എന്നുള്ള ഭാവം ഈ സാരഥിയുടെ സ്ഥാനം എടുക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ എൻ്റേത് എന്നുള്ള ചിന്ത വരുമ്പോൾ ഇതെല്ലാം അസ്വസ്ഥമാകുന്നു എന്ന് പറയാൻ കാരണം. മാമക പാണ്ഡവശ്ചൈവാരം ഫസ്റ്റ് ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ഈശ്വരൻ്റെ മാസ്റ്ററുടെ എന്ന് പറയുന്നതിന് വരെ എൻ്റെ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ കാൽവയ്പിൽ തന്നെ നമുക്ക് അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ നോക്കൂ, ഈ എല്ലാ ശ്ലോകങ്ങളിലും ഭഗവത്ഗീതയും ഹാർട്ട്ഫുൾനെസ്സും പരസ്പരം കണക്ട് ചെയ്തിട്ടാണ്. പതഞ്ജലി മഹർഷി പറയുന്ന ചിത്തവൃത്തി നിരോധമാണ് ഈ പരിപൂർണമായിട്ടുള്ള ഭഗവത്ഗീതയുടെ കാഴ്ച എന്നത്. അപ്പം എങ്ങനെയാണ് ചിത്തവൃത്തികളെ നിരോധിക്കുന്നത്? അദ്ദേഹം പറയും, മനസ്സ് നമ്മുടെ പ്രവണതകൾക്ക് ഊർജം കൊടുക്കാതിരിക്കുമ്പോൾ സംസ്കാരങ്ങളുടെ ചക്രം തിരിയുന്നത് നിൽക്കും. അപ്പോഴാണ് ചിത്തവൃത്തി നിരോധം അല്ലെങ്കിൽ ധ്യാനചിത്തം പുനഃസ്ഥാപിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭഗവത്ഗീതയുടെ പ്രസക്തി ഹാർട്ട്ഫുൾനെസ്സിൽ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാകും. എന്ന് മാത്രമല്ല, യുഗപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ബാബുജി മഹാരാജിന് ഈ സന്ദേശം കൊടുത്തിരിക്കുന്നത്. ഭാവിയിൽ ഹാർട്ട്ഫുൾനെസ് മാത്രമേ ഒരു ആധ്യാത്മിക സമ്പ്രദായമായിട്ട് ഉണ്ടാവുള്ളൂ. എന്ന് മാത്രമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആത്മീയ സത്ത ഇപ്പോഴും ഹാർട്ട്ഫുൾനെസ്സിലെ മഹാഗുരുക്കന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ്? അവതാരവും ഗുരുവും തമ്മിൽ വ്യത്യാസമാണ്. ആത്മീയ പുരോഗതിക്ക് നമ്മൾ ഗുരുവിനാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അദ്ദേഹത്തിന് സമർപ്പിച്ച് അദ്ദേഹത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സാരഥിയാക്കി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സാരഥിയാക്കി അദ്ദേഹത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ അതാണ് ധ്യാനത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ദിവ്യപ്രകാശം എന്നുള്ള സങ്കല്പവും സാക്ഷിഭാവവും സ്നേഹഭാവവും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ഭഗവത്ഗീതയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എസൻസ്, സാരാംശം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയാണ്. അതുതന്നെയാണ് ഹാർട്ട്ഫുൾനെസ് പരിശീലന പദ്ധതി. ബാബുജി മഹാരാജിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇത്ര സങ്കീർണമായ സംഗതികളെ വളരെ ലളിതമായ സാധനാ പദ്ധതിയിൽ അദ്ദേഹം ഒതുക്കി സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി. ഇപ്പോൾ ഗുരുവിൻ്റെ ആത്മീയ സത്ത ശിഷ്യനിലേക്ക് സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ടാണ് ഈ സാധനാ പദ്ധതി ഇത്ര ലളിതമായി മാറും. അപ്പം അത്തരം ഒരു സാധനാ പദ്ധതിയിൽ വന്ന് ചേർന്നു എന്നുള്ളത് മഹാഭാഗ്യമല്ലേ നമുക്ക്. ആ ഭാഗ്യത്തിനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പുരോഗതിയുടെ ആദ്യത്തെ കാൽവയ്പ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. താങ്ക് യു. നമസ്കാരം.